ഇറ്റ്സ് മീ മൈമുനത്ത് കണ്ണിയൻ യുവർ മൈൻഡ് കോച്ച്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ട്രഷർ ഹൗസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ ഈ കഥയൊന്ന് കേട്ടു നോക്കൂ, നിങ്ങൾ ഏതായാലും വിശ്വസിക്കും. ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട യാചകൻ ജീവിച്ചിരുന്നു. അയാൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സും അതേപോലെ യാചനക്ക് ഉപയോഗിച്ചിരുന്ന തോൽപാത്രവും മാത്രമേ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ. ഈ തോൽപാത്രത്തിൽ ഭിക്ഷ യാചിച്ച് അദ്ദേഹം അന്നേക്കുള്ള ഭക്ഷണം കണ്ടെത്തി. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞുപോയി. ആ ഗ്രാമത്തിലൂടെ ഒരു ദിവസം ഒരു ജ്ഞാനി വന്നു. ഈ യാചകന്റെ അവസ്ഥ കണ്ടിട്ട് ജ്ഞാനിക്ക് സങ്കടം തോന്നി. യാചകന്റെ തോൽപാത്രത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹം ഒരു സ്വർണപാത്രം വെച്ചു. യാചകൻ ഇത് അറിഞ്ഞിരുന്നില്ല. യാചകൻ ഉണർന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പാത്രം കാണാനില്ല. തൽക്കാലം കിട്ടിയ പാത്രം ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഭിക്ഷാടനം നടത്തി. ഈ സ്വർണപാത്രം പഴയതായതുകൊണ്ട് അതിൽ ചെളി പുരണ്ടിരുന്നു. അതേപോലെ തന്നെ അതിന് കേടുപാടുകളും സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ആരും അത് തിരിച്ചറിഞ്ഞില്ല. ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ഈ തോൽപാത്രം വിൽക്കാൻ വരെ തയ്യാറായി. പക്ഷെ ഈ പാത്രം പഴയതായതുകൊണ്ട് ആരും വാങ്ങിയില്ല. അതിൻ്റെ വാല്യൂ ആർക്കും മനസ്സിലായില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളും. നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു നിധിയുണ്ട്. ആ നിധി എന്ന് പറയുന്നത് മനസ്സും അതിലുള്ള ചിന്തകളുമാണ്. ഇതിൽ പൊടി പിടിച്ചു കിടക്കുന്നത് കൊണ്ടാണ് നമുക്കത് കണ്ടെത്താൻ കഴിയാത്തത്. മനസ്സിനെയും അതിലുള്ള ചിന്തകളെയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഉന്നതങ്ങളിൽ എത്താൻ കഴിയും. മനസ്സ് റീപ്രോഗ്രാം ചെയ്തിട്ട് അതിലുള്ള മാലിന്യങ്ങളെ നമുക്ക് നീക്കം ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മുടെ നിധിയെ കണ്ടെത്താം. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.